ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എപ്പോഴും ഞാൻ ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് ആയിട്ടാണ് വരാറുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചൊരു വ്യത്യസ്തമായൊരു വീഡിയോയും അതേപോലെ എൻ്റെ കുറച്ച് സന്തോഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായൂസ്. എന്നോട് കുറേ പേരൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്ത് പറ്റി വീഡിയോ ലേറ്റ് ആവുന്നത്, വീഡിയോ എന്ത് ഇടാത്തത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ പറയാം. എൻ്റെ ലൈഫിൽ ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്നാഗ്രഹിച്ച് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയും എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഒരു നിമിഷം ഞാൻ കുറേ സ്വപ്നം കണ്ടിട്ടുണ്ട്, കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. അതെനിക്ക് ഇന്ന് നിറവേറിയെന്ന് പറയാം. ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു നിമിഷവും ഇത് തന്നെയാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് പല 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 സക്സസ്സുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ എൻ്റെ ലിസ്റ്റുകളിൽ ഒരു സക്സസ് എന്ന് ഞാൻ പറയാം. നമ്മുടെ കഷ്ടപ്പാടിനൊരു റിസൾട്ട് കിട്ടുമെന്ന് പറയില്ലേ, ഞാൻ കഷ്ടപ്പെട്ടതിനുള്ള റിസൾട്ട് എനിക്ക് കിട്ടി. എൻ്റെ അക്കൗണ്ട് മോണിറ്റൈസ്ഡ് ആയി. അതിന് കാരണം നിങ്ങളിൽ ഓരോരുത്തരുമാണ്. ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കാണുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഈ ഒരു നിമിഷത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാനായിട്ട് പറ്റിയത്. വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. വളരെ പെട്ടെന്ന് തന്നെയാണ് എൻ്റെ അക്കൗണ്ട് ഫുള്ളി മോണിറ്റൈസ്ഡ് ആയത്. നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് അറിയില്ല, വെറും 1.5 മാസം കൊണ്ടാണ് എൻ്റെ അക്കൗണ്ട് മോണിറ്റൈസ്ഡ് ആയത്. 4000 വാച്ചിങ് അവേഴ്സ് ഫുള്ളി കംപ്ലീറ്റഡ് ആയത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണവും അത് തന്നെയാണ്. ഇപ്പം നമ്മുടെ പുതിയതായി കുറേ പേര് വരുന്നുണ്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യുമ്പം ചിലപ്പം ഇതിൽ ഇങ്ങനെ കയറണം എന്നാഗ്രഹിച്ച അവർക്കും ഇതൊരു സപ്പോർട്ടാവും, അല്ലെങ്കിൽ അവർക്കും ഇതൊരു ഹെൽപ്ഫുൾ ആവും എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പോലും. നിങ്ങൾക്ക് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് വെറും 1.5 മാസം കൊണ്ടൊരു 4000 വാച്ചിങ് അവേഴ്സ്? അതും നമ്മൾ ആരും ഒരു ഫെമിലിയർ ഫേസ് പോലും അല്ല, അല്ലെങ്കിൽ നമ്മൾ ആരും ഒരു സെലിബ്രിറ്റി അല്ല, നമ്മളൊരു സാധാരണക്കാരാണ്. വെറും 1.5 മാസം കൊണ്ടൊരു 4000 വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അപ്പം ആ ഒരു എഫേർട്ട് ഞാനും എടുത്തു. അതിന് എനിക്കൊരു റിസൾട്ടും കിട്ടി. അപ്പം ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത്. ഞാൻ എൻ്റെ വീഡിയോസ് റെഗുലറായി ഇട്ടുകൊണ്ടിരുന്ന് ഇടയ്ക്കൊരു 2 ദിവസം 3 ദിവസം കണ്ടില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ട് പലരും ചോദിച്ചിട്ട് എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല, എന്താ വീഡിയോ ഇടാത്തേ, വീഡിയോ ഇടണേന്നും പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഇടും. ഒരു സമയത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വെറും 10 വാച്ചിങ് അവേഴ്സ് എത്താൻ വേണ്ടിയിട്ട് ഞാൻ YT സ്റ്റുഡിയോയുടെ അനലിറ്റിക്സ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് തന്നെ എനിക്ക് 100 വ്യൂസ് എത്തുകയും മണിക്കൂറുകൾ കൊണ്ട് എനിക്ക് 1000 വാച്ച് അവേഴ്സ് എത്തുകയും ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പം അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം അതിനൊക്കെ കാരണക്കാർ നിങ്ങളാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് തന്നെയാണ് വന്നത്. വിത്ത് എവിഡൻസ് എങ്ങനെയാണ് ഞാൻ എൻ്റെ അക്കൗണ്ട് മോണിറ്റൈസ് ചെയ്ത് എടുത്തതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഷോർട്ട് വീഡിയോസ് ഞാൻ ചെയ്ത് ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഷോർട്ട് വീഡിയോസിലൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ട് പറ്റും. വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലുപരി ഷോർട്ട് വീഡിയോസിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോസ് ഇട്ട്. അപ്പം ഞാൻ ആ ഒരു ഷോർട്ട് വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ അതായത് 2024 പാതിയോട് കൂടിയിട്ട്, അതായത് ഒരു ഒക്ടോബർ നവംബർ ടൈമോട് കൂടിയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. ഒരു വീഡിയോസൊക്കെ വെച്ചിട്ട് ഡെയിലി അല്ലെങ്കിൽ ഒന്നിക്കൊന്നിരാടോ ഒക്കെ ഇടുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴും തോന്നുമ്പോൾ മാത്രം ഞാൻ ലോങ് വീഡിയോസ് ഇടുമായിരുന്നു. എന്നിട്ട് ആ ഷോർട്ട് വീഡിയോസും പയ്യെ ഞാനങ്ങ് നിർത്തി. പിന്നെ 2025 സ്റ്റാർട്ട് ചെയ്തപ്പം വീണ്ടും യൂട്യൂബ് ചാനൽ ഒന്ന് ഓക്കെ ആക്കി എടുക്കാമെന്ന് കരുതി 2025 തന്നെ ഈ സെയിം അക്കൗണ്ട് തന്നെ കേട്ടോ, ഞാൻ 2023 സ്റ്റാർട്ട് ചെയ്ത സെയിം അക്കൗണ്ട് തന്നെയാണ്. ഈ അക്കൗണ്ടിൽ തന്നെ ഞാൻ വീണ്ടും 2025 ആയപ്പം വീഡിയോസ് വീണ്ടും ഞാൻ പോസ്റ്റ് ചെയ്ത് തുടങ്ങി. 2025 അതായത് ഈ വർഷം മെയ് മാസത്തോട് കൂടിയിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ യൂട്യൂബ് വ്ളോഗേഴ്സിൻ്റെ പല വീഡിയോസും കണ്ടപ്പം അതിലൊരു ചേട്ടൻ്റെ വീഡിയോ കണ്ട് ആ പുള്ളിയുടെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരു വീഡിയോ ഒന്നും ഇട്ടുകൊണ്ട് നമ്മൾ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് നമുക്കൊരു ഇതിലേക്ക് എത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല.
അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് ഒന്നിൽ കൂടുതലൊക്കെ ഇട്ട് തുടങ്ങാനായിട്ട് അങ്ങനെ പുള്ളിയുടെ ഒരു ഇൻസ്പിറേഷൻ വീഡിയോസ് ഞാൻ കണ്ടപ്പം ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, അത് കറക്റ്റാണ്, അപ്പോൾ ആ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഒരു മെയ് മാസം ആയപ്പോഴത്തേക്ക് 1 എന്നുള്ളത് 2 ആക്കി, 2 എന്നുള്ള 3 ആക്കി, 3 എന്നുള്ള 4 ആക്കി, 5, 6, 7 ഷോർട്ട് വീഡിയോസ് വരെ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഡെയിലി 5, 6, 7 വീഡിയോസൊക്കെ മെയ് മാസത്തിൻ്റെ പാതി തൊട്ട് ഞാൻ ഇട്ടു തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്നാണ് എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയത്. 10K സബ്സ്ക്രൈബേഴ്സ് ആയി. ആ ഒരു ജൂണോട് കൂടിയിട്ട് എൻ്റെ അക്കൗണ്ടിൽ പെട്ടെന്ന് എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയി. എനിക്ക് തോന്നി ഞാൻ വെറും 4000, 5000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടിരുന്ന എൻ്റെ അക്കൗണ്ടിൽ പെട്ടെന്ന് എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് കയറി. അതിനുശേഷം അപ്പോൾ എനിക്കത് കണ്ടപ്പം നമുക്കൊരു ഭയങ്കര ഒരു എൻകറേജ്മെൻ്റ് ഒക്കെ തോന്നി. ഞാൻ വീണ്ടും ആ ഒരു പ്രചോദനത്തിൽ ഞാൻ വീണ്ടും വീഡിയോസ് കണ്ടിന്യൂസ് ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ഒരു ചേഞ്ചസ് എനിക്കത് റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പം നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ അതൊരു സ്ഥിരം പരിപാടിയാക്കി ഡെയിലി ഞാൻ ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്ത വഴിക്ക് ഞാൻ വിചാരിച്ച് എങ്കിൽ പിന്നെ ഇന്ന് ജൂൺ തൊട്ടിട്ട് ഒന്ന് വീഡിയോസ്, അതായത് ലോങ് വീഡിയോ കൂടെ കൺസിസ്റ്റന്റ് ആയിട്ടൊന്ന് ഇട്ട് നോക്കാന്ന് കരുതി. ഞാൻ ഈ ഷോർട്ട് വീഡിയോസും കൺസിസ്റ്റന്റ് ആയിട്ടാണ് ഇടുന്നത്. ഞാനിപ്പോൾ ഡെയിലി ഒരു 5 വീഡിയോസും കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ആ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് തന്നെ ഞാൻ അത് ഇടാൻ തുടങ്ങി. അപ്പം നമ്മൾ മുന്നേ തന്നെ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ഷെഡ്യൂൾ ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചേക്കും. അപ്പം അതിന് ടൈം ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് പബ്ലിഷ് ആയിക്കോളും. അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. കണ്ടിന്യൂ ചെയ്തതിനോടൊപ്പം തന്നെ ജൂൺ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ലോങ് വീഡിയോസും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇതിനു മുന്നേ ഞാൻ പല വീഡിയോസും ലോങ് വീഡിയോസ്, ഫുഡിന്റെ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടി വ്ലോഗ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ജ്വല്ലറി മേക്കിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ട്രാവൽ വ്ലോഗ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പല വ്ലോഗ്സുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കയറിയിട്ടുള്ള അക്കൗണ്ട്, അപ്പം നമ്മളൊരു സാധാരണക്കാരാകുമ്പോൾ നമ്മൾ ഈ വ്യൂസ് കയറുന്നതെന്ന് പറയുന്നത് ചിലപ്പോൾ 500 വ്യൂസ് ഒക്കെ ആയിരിക്കും ലോങ് വീഡിയോയ്ക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം അതിൽ ഏതിനാണോ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കയറിയത് ആ റിലേറ്റഡ് വീഡിയോസ് ഞാൻ ഇടാനായിട്ട് തുടങ്ങി. അപ്പം എനിക്ക് നോക്കിയപ്പം എൻ്റെ വീഡിയോസിൽ ലിസ്റ്റിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കയറിയിട്ടുള്ളത് ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആയിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ സെയിം ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ഈ ജൂൺ തൊട്ടിട്ട് ഞാൻ ഒരു ടൈമിങ് ഫിക്സ് ചെയ്ത് കറക്റ്റായിട്ട് ഞാനൊരു ടൈമിങ് ഫിക്സ് ചെയ്തിട്ട് ഞാൻ കറക്റ്റായിട്ട് അത് ഷെഡ്യൂൾ ചെയ്തിട്ട് ഞാൻ ആ ഒരു വീഡിയോസ് ജൂൺ തൊട്ട് ഞാൻ ഇട്ട് തുടങ്ങി. അതായത് ഞാനൊരു ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് ഞാൻ ഇട്ട് തുടങ്ങിയത്. അത് ഞാൻ വീഡിയോ ഇടാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ ഇടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ഞാൻ മുന്നേ ചെയ്ത് വെച്ചു. 2-3 വീഡിയോസ് ഞാൻ ഓൾറെഡി മുന്നേ ചെയ്ത് വെച്ചിട്ടാണ് ഞാനത് കറക്റ്റായിട്ട് ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു 2-3 വീഡിയോ മുന്നേ തന്നെ റെഡി ആക്കിയിട്ട് ഞാൻ ആ ജൂൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് വീഡിയോസ് ഇട്ടപ്പം എനിക്ക് വ്യൂസ് കയറാൻ തുടങ്ങി. കണ്ടിന്യൂസ് നമ്മളൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ടൈം ഷെഡ്യൂൾ ചെയ്ത് കറക്റ്റ് ടൈമിങ്ങിന് വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കിട്ടുന്ന വ്യൂസിൽ നിന്ന് കുറച്ചും കൂടി ഒരു വ്യൂസ് കയറാൻ തുടങ്ങി. അങ്ങനെ ഇട്ടിട്ട് വന്ന വഴിക്ക് എൻ്റെ ഒരു വീഡിയോ ഒന്ന് വൈറലായി. അത് എനിക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 25K എബോ വ്യൂസ് എനിക്ക് ആ ഒരു വീഡിയോക്ക് കയറുകയും അതിലൂടെ എനിക്ക് വാച്ചിങ് അവേഴ്സ് കയറുകയും ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ പിന്നെ ഇടുന്ന എല്ലാ വീഡിയോസിനും എനിക്ക് അത്യാവശ്യം വാച്ചിങ് അവേഴ്സ് കയറുകയും വ്യൂസ് കയറുകയും അതിലൂടെ സബ്സ്ക്രൈബേഴ്സ് കയറുകയും ചെയ്തിരുന്നു. അങ്ങനെ എനിക്കത് കണ്ടപ്പം നമുക്കറിയില്ല, നമുക്ക് ആ ഒരു നമ്മൾ ഒന്നും കൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് സ്വയം തന്നെ നമുക്കൊന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം എനിക്ക് കുറേ കമൻസുകൾ വന്നു തുടങ്ങി. ആൾക്കാർ വീഡിയോസ് കാണാനായി തുടങ്ങി. അവർ വീണ്ടും ചെയ്യാനായിട്ട് മെസ്സേജ് ഇട്ട് തുടങ്ങി. അത് റിലേറ്റഡ് അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും കൂടി. ഞാൻ അങ്ങനെ ജൂൺ ഫുള്ള് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ട് ജൂലൈ ഒരു ഫസ്റ്റ് വീക്ക് വരെ ഞാൻ വീഡിയോസ് ഇട്ട്. അതിനുശേഷം എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല. പക്ഷേ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 22 ആണ്. അപ്പോൾ ഇന്നൊരു 12:30 ആയപ്പോഴത്തേക്ക് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു അക്കൗണ്ട് മോണിറ്റൈസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട്. എനിക്കറിയാമായിരുന്നു അക്കൗണ്ട് മോണിറ്റൈസ്ഡ് ആവാറായി. കാരണം നമ്മുടെ വാച്ചിങ് അവേഴ്സ് നമ്മളിങ്ങനെ വൈറ്റ് സ്റ്റുഡിയോയിൽ നമ്മളിങ്ങനെ ഓരോ ദിവസത്തേൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് നമുക്കത് അറിയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഓൾറെഡി അറിയാമായിരുന്നു ഈ വീക്കിനുള്ളിൽ എപ്പോഴെങ്കിലും എനിക്ക് മോണിറ്റൈസ്ഡ് ആവുമെന്ന്. പക്ഷേ പെട്ടെന്നാണ് എനിക്ക് മോണിറ്റൈസ്ഡ് ആയത്. മെയിനായിട്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.